90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 presents മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ മത്സരത്തിന്റെ ആ ഒരു ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ മത്സരാർത്ഥികളും അതുപോലെ തന്നെ മത്സരിച്ചാണ് ഈ വേദിയിലെ ഓരോ പാട്ടും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വിളിക്കാം. നിയ ട്രിസ തോമസ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിയെ. നിയ, വെൽക്കം ടു മ്യൂസിക് ധമാക്ക. താങ്ക് യു. എങ്ങനെയായി, പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഒരുപാട് മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് ഈ ഒരു മ്യൂസിക് ധമാക്കയുടെ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോ? സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് റൗണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ്? ഞാൻ മൈനാകം കടലിൽ നിന്നുയരുന്നു ആ സോങ് ആണ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേജിൽ അടിച്ചു പൊളിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. దసని పనిద గమ పాప గమ పని ని సాసా పని సరి పమ గగ మా పాప మరిని పని మారిని ద గమ పాప మ పని ని పని సరియా ശിശിരങ്ങൾ തിരയുന്നുവോ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു.
ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഒത്തിരി എൻജോയ് ചെയ്യുമായിരുന്നു. നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. അതിന് മുമ്പ് നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോയാലോ? സെക്കൻഡ് റൗണ്ട് അന്യഭാഷാ സോങ്സ് ആണ്. അപ്പോൾ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ കൺമണി അൻപോട് കാതൽ. ഓ അടിപൊളി. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നീ അടിപൊളിയായിട്ട് പാട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മനിതരുണർന്നു കൊള്ള ഇത് മനിത കാതലല്ല, അதையும் താണ്ടി പുനിതമാനത്. അഭിരാമിയെ താരാട്ടും സാമിയെ நான் தானே தெரியுமா? ശിവഗാമിയെ ശിവന് നീയും പാതിയെ അത് ഉനക്ക് പുരിയുമാ? അഭിരാമി ലാലി 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 ശിവഗാമി ലാലി ലാലി ലാലി. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. നീയാ നീയുടെ പാട്ടിൻ്റെ അകത്തൊരു ഫീലുണ്ട്. നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ നിയയുടെ പെർഫോമൻസ് എന്നുള്ളത് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ആന്റണി സാർ, എങ്ങനെയുണ്ടായിരുന്നു നിയയുടെ ഈ പെർഫോമൻസ്? മിയ ടീസ തോമസ് അല്ലേ? നന്നായിരിക്കുന്നു. സ്വന്തമായിട്ട് സംതൃപ്തി ഉണ്ടോ പാട്ട് പാടിയതിന് ശേഷം? എവിടെയെങ്കിലും സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് തോന്നുന്നുണ്ടോ? സ്ലിപ്പായതോ? ഇല്ല. ഇടയ്ക്ക് മൈനാകത്തിന്റെ ഇടയ്ക്കൊരു മൈനാകത്തിന്റെ അനുപല്ലവിയുടെ അനുപല്ലവിയുടെ തന്നെയല്ല. ഈ പിന്നെ സ്റ്റഡിനെസ്, ഇപ്പം ഈ സ്വരങ്ങൾ ആദ്യത്തെ സ്വരമില്ലേ, ആ സ്വരത്തിന് ശേഷമുള്ളൊരു അകാരം ഉണ്ടല്ലോ, അത് സ്റ്റഡി അല്ല, അത് മാറിപ്പോന്നു. ആ സ്വരം ഒന്ന് പാടി. അതെ, ആ സ്വരം ഏതാ? നിരിസ ദസനി പനിദഗമ പാപ ഗമ പനീരി സാസ പനിസരി പമഗഗ മാ പാപ മരിനി പനി മാരിനിദ ഗമ പപ മ പനിനി പനിസരിയാ. അവിടെ ആകാരം
പക്ഷെ അത് സ്വരം പക്കായിരിക്കും അല്ലേ? സ്വരത്തിൻ്റെ ആ ഒരു യൂസ്, സ്വരം നല്ല സത്വസ്വരങ്ങൾ നല്ല ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വരങ്ങളുടെ യൂസേജ് നല്ല രസമായിട്ട് പക്ഷെ അതൊക്കെ സ്റ്റഡി ആകുന്നില്ല. ഇപ്പോൾ പാടിയത് മോള് തന്നെ പറഞ്ഞില്ല, അതേപോലെ സംഗതി അങ്ങനെ സ്റ്റഡിനെസ് കിട്ടുന്നില്ല ചില ഭാഗങ്ങളിൽ. പക്ഷേ അല്ലാതെ തന്നെ ടോട്ടലി കേൾക്കുമ്പോൾ ഒരു നല്ല വോയിസ്, നല്ല പെർഫോമർ നല്ലതാണ്, നന്നായിരിക്കും. നല്ല ഒരു മൈനാകമൊക്കെ പാടിയ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തമിഴ് സോങ് പാടിയപ്പം കൺമണി അൻപോട് പാടിയപ്പോഴും ഇച്ചിരി ഇങ്ങനെയുള്ള ഷിവറിങ് പോലുള്ള ചെറിയ ഒരു ലെവൽ വ്യത്യാസമുള്ളൂ. എങ്കിലും ടോട്ടലി നല്ല ഒരു മൂഡുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഗായികയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമുക്കിപ്പോൾ ജഡ്ജസ് സാർ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഷാജി സാറിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ കേൾക്കാം. സാറിന് എന്താണ് പറയാനുള്ളത് നോക്കാം അല്ലേ? ഷാജി സാർ, എങ്ങനെയുണ്ടായിരുന്നു ഈ പെർഫോമൻസ്? നല്ല സ്വരം, നല്ല പവറിലാണ് പാടിയത്, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടിരിക്കാനുണ്ട്. എനിക്ക് തോന്നിയത് മൈനാകത്തിൻ്റെ ആദ്യത്തെ ഹമ്മിങ് ഇല്ലേ, അതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം. ഒന്ന് പാടി നോക്കാം. ഓക്കെ. പിന്നെ തമിഴ് സോങ്ങിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് താളം മറിഞ്ഞോ എന്ന് ചെറിയ സംശയമുണ്ട്. ഇവിടുത്തെ ബീറ്റ് മറിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇവിടുത്തെ ബീറ്റ് മറിഞ്ഞു. അപ്പം എനിക്ക് തോന്നി അത് പിന്നെ വന്ന കോഡ്സ് എല്ലാം മാറിയ പാട്ടുമായിട്ട്, കോഡ്സും പാട്ടും രണ്ട് വഴിക്കാണ് കിടന്നത്. അത് എനിക്കൊന്ന് ബീറ്റ് മറിഞ്ഞു പോയി കാണും. അത് അതിൻ്റെ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ നല്ല കമൻസ് ആണ് നമ്മുടെ ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടത്. നല്ലൊരു പെർഫോമറാണെന്ന് സർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക, ഭാവിയിൽ നല്ലൊരു ഗായികയാകട്ടെ. ഒപ്പം മ്യൂസിക് ധമാക്കയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നീ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 present മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.